എടേ കൃത്യമായിട്ട് പോയിട്ട് വരണം. കാശ് കറക്റ്റ് ആയിട്ട് വാങ്ങിച്ചോ. തന്നില്ലെങ്കിൽ 2 തട്ട്. കഴിക്കടാ. നീ എന്തിനാ അവളെ നോക്കുന്നേ? നീ കഴിക്കാത്ത ആളെന്നല്ലോ. ഞാനിവളെ ആദ്യം കണ്ടത് കൊണ്ടാ നിനക്ക് ഇവളെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായത്. ഇപ്പൊ എന്നേക്കാൾ വലുത് നിനക്ക് അവളാണെങ്കിലേ പിന്നെ ഞാൻ എന്നിട്ട്. അയ്യോ ചേട്ടാ, ഞാൻ പറഞ്ഞ അനുസരിക്കില്ലേ നീ? അയ്യോ അണ്ണനെന്താ ഇങ്ങനെ പറഞ്ഞ? അണ്ണൻ പറഞ്ഞ വിഷം വരെ ഞാൻ കുടിക്കും. ഇപ്പോഴാ നീ എന്റെ അനിയനായി. ഷൺമുഖ, മൂർത്തി നിന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ലേ? അത് മോശമായല്ലോ. അല്ല, എന്റെ സ്വത്തിനെല്ലാം ബിനാമി നീയാണെങ്കിൽ നീ എന്താ ചെയ്യാ? എല്ലാ സ്വത്തുക്കളും നന്നായിട്ട് നോക്കുവാണ. എന്റെ കുടുംബം നിന്റെ ഉത്തരവാദിത്തത്തിലിട്ടാലോ എന്ത് ചെയ്യും? നന്നായിട്ട് നോക്കുവാണ. എന്റെ സ്വത്തുക്കളും എന്റെ കുടുംബവും നല്ലതുപോലെ നോക്കുന്ന നിന്നെയും നിന്റെ ഭാര്യയെയും ഞാൻ നന്നായി നോക്കണ്ടേ? അണ്ണ എന്താ പറഞ്ഞു വരുന്നത്? ഷൺമുഖം, എന്റെ എല്ലാ കാര്യങ്ങൾക്കും നീ ഒരാളാ ബിനാമി. നിന്റെ ഭാര്യയ്ക്ക് ഞാനാ ബിനാമി. ഞാൻ നിന്റെ അടുത്ത് കൈയിട്ട് ജോലി ചെയ്യുന്നവനാ. നിനക്കെന്നെ ജീവൻ വരെ ഞാൻ തരും. എന്നാ നിന്റെ ആഗ്രഹത്തിന് എന്റെ ഭാര്യ നീ ചോദിക്കുമല്ലടാ. എനിക്ക് നിന്റെ ഭാര്യയായിട്ട് കിടക്കണം തോന്നുന്നുണ്ടാ. എന്താ നിനക്ക് അയച്ചു വെക്കാൻ പറ്റുമോ? നോക്ക, ഇതോടെ വിട്ടേക്ക്. ഇല്ലെങ്കിൽ കഷ്ണമാകും. പറഞ്ഞേക്കാം. നീയൊക്കെയാണ് ഈ ജനങ്ങളുടെ നേതാവ്. എന്റെ എച്ചില് നിന്റെ മുഖത്ത് വീഴാനുള്ള യോഗ്യത നിനക്കില്ല. സ്വന്തം ഭാര്യ മറ്റൊരുത്തം വിളിച്ചാ ഏതൊരുത്തനാണെങ്കിലും ദേഷ്യം വരും. നിന്നെ കണ്ടാ തന്നെ അറിയാം. വാ ഷൺമുഖ, നമുക്കിനി ഇവിടെ നിൽക്കണ്ട. വാ മോനെ. എന്തു പറ്റി? ഇന്ന് ജോലിക്കും വേലയ്ക്കൊന്നും പോകുന്നില്ലേ? ഇല്ലെന്നില്ലേ. അവൻ ഇന്നലെ സംസാരിച്ചത് എന്തോ വല്ലാത്തൊരു വിഷമം. രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. ആ വൃത്തികെട്ടവും പറഞ്ഞതൊക്കെ നിങ്ങൾ എന്തിനാ ഇപ്പോഴും ഓർത്തിരിക്കുന്നേ? ജോലിക്ക് പോ, എല്ലാം ശരിയാവും. ഇന്നലെ നമ്മുടെ ഭാർഗവൻ ചേട്ടൻ കട ലീസിന് കൊടുക്കാൻ പോവാത്രേ. നമുക്കത് കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, നീയാണ് ഓണർ. സ്ഥിര വരുമാനമുള്ള ഒരു ജോലി ഉണ്ടെങ്കിൽ തന്നെ മതി. സ്വപ്നം കാണുന്ന ആപ്പിളിനേക്കാളും കയ്യിലുള്ള നെല്ലിക്കയാ നല്ലത്. ഒന്നും മിണ്ടാതിരിക്കടി. ആപ്പിള് നെല്ലിക്ക എന്നൊക്കെ പറഞ്ഞോണ്ട് എന്തു പറ്റി? ബീഡി വലിക്കാതെന്ന് പറഞ്ഞ് കേക്കോ നിങ്ങള്? നില നില എന്താ? എന്ത് പറ്റി? അയ്യോ എന്താ? എന്താ പറ്റിയ? എന്താ നെഞ്ചു വേദനിക്കുന്നു? വെള്ളം കുടിക്കേ. അയ്യോ ഷൺമുഖ, ഷൺമുഖ, ആരെങ്കിലും ഓടി വരണേ. ഷൺമുഖ എന്താ? ഇയാളെ ഐസിയുലേക്ക് ചേഞ്ച് ചെയ്തേക്കും. ഓക്കെ ഡോക്ടർ. കണ്ടിന്യൂസ് ആയിട്ട് പ്രോഗ്രസ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ ഡോക്ടർ. ഓക്കെ ഓക്കെ. നോക്ക്, സിവിയർ അറ്റാക്കാ. ആൻജിയോ എടുത്ത് നോക്കണം. മദ്യപിക്കാറുണ്ടോ? എന്തൊക്കെയോ അസുഖങ്ങളുണ്ട്. ആദ്യം ഒരു 20,000 രൂപ കൗണ്ടറിൽ അടച്ചേക്ക്. ബാക്കിയുള്ളത് പിന്നീട് പറയാം.
ഈ ടെസ്റ്റൊക്കെ ഇപ്പം തന്നെ എടുത്തേക്ക്. നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ സിറ്റുവേഷൻ വളരെ മോശമായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം, ഇല്ലെങ്കിൽ കുറച്ച് ക്രിട്ടിക്കലാണ്. 2 മണിക്കൂറിലൊരിക്കൽ ഈ ഗുളിക കൊടുക്കണം. മറക്കാൻ പാടില്ല, സിറ്റുവേഷൻ മോശമാവും, ഫിക്സ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. വേഗം ഓപ്പറേഷൻ ഏർപ്പാട് ചെയ്യ്. ഓക്കെ? ഇത്രയും പൈസക്ക് നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? ഒരു കാര്യം ചെയ്തതിന്റെ ഭർത്താവിനെ ഏതെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. അവിടെ പൈസ ഇല്ലാതെ അവർ ഓപ്പറേഷൻ ചെയ്യും. ഞാൻ അവിടെ അന്വേഷിച്ചു. ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യാൻ 100 കണക്കിന് ആൾക്കാർ വെയിറ്റിംഗ് ആണത്ര. അവരുടെ ഓപ്പറേഷൻ തീരുമ്പോഴേക്കും ഷൺമുഖൻ എന്തെങ്കിലും സംഭവിച്ചാലോ? നില, നീ ഇങ്ങനെ കരയല്ലേ? ചേച്ചി, അത്യാവശ്യമായിട്ട് കുറച്ച് കാശ് വേണം. കഴിഞ്ഞ ആഴ്ച ചോദിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യായിരുന്നു. ഞാൻ തന്നെ 2 മാസമായിട്ട് കഷ്ടപ്പാടില്ല. ചേച്ചി, കിട്ടിയ മോളെ. ഇല്ല, എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടുത്തവും ഇല്ല. ഇവിടുത്തെ വലിയ പണക്കാരൻ കമലക്കണ്ണന്റെ ഭാര്യയാണ്. അവരോട് ചോദിച്ചാൽ ചിലപ്പോ തരുമായിരിക്കും. വാ, ഞാൻ കൊണ്ടുപോകാം. ആ ചേച്ചി, വാ. പോവാം. എല്ലാം എടുത്തു വെച്ചോ. പോയി വണ്ടി കയറി ഇരിക്കേ. ചെൽ. ഏയ്, ഇവിടെ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ? ചേച്ചി, ഇവളുടെ ഭർത്താവിന് തീരെ സുഖമില്ല. ഓപ്പറേഷൻ ചെയ്യണം. കുറച്ച് പണത്തിന് അത്യാവശ്യമുള്ളത് കൊണ്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നിങ്ങളൊന്ന് സഹായിക്കണം. എന്ത് പണോ? ഇവള് കാരണോ എന്റെ ഭർത്താവ് ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലിൽ കിടക്കുന്നേ. നാണോ ഇല്ലാതെ പൈസ ചോദിച്ചു വന്ന് നിൽക്കുന്ന കണ്ടില്ലേ? ദേ, ഇനി നിന്നെ ഈ പരിസരത്ത് എങ്ങാനും കണ്ടാലുണ്ടല്ലോ, കൊണ്ടടുത്ത് തന്നെ വെട്ടിയിട് ഞാൻ. കൂട്ടിക്കൊണ്ടുപോയിക്കേ. ഡ്രൈവർ, വണ്ടി എടുക്ക. വന്നിരിക്കുന്നു പൈസയും ചോദിച്ചോണ്ട്. നിങ്ങളുടെ ഭർത്താവിൻ്റെ സിറ്റുവേഷൻ വളരെ മോശമാണ്. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിന് എന്തും സംഭവിക്കാം. പാൽ പാൽ ചേച്ചി, പാല്. ചേച്ചി, ആ പാത്രം ഒന്ന് കൊണ്ടുപോവാ. താലി വരെ നീ പണയം വെച്ചല്ലോടി. അവസാനം ഒന്നുമില്ലാതായല്ലോ. ഷൺമുഖ, പാലില് ഹോർലിക്സ് ഇട്ട് തരാൻ, കുടിക്കുന്നോ? ഷൺമുഖ, ഇതെവിടെ പോയി? ഷൺമുഖ, 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 അയ്യോ ഷൺമുഖ, എന്തായി കാണിച്ചത്? എനിക്ക് മരിക്കണം. എന്നെ വിട്. ഞാൻ ജീവനോടെ ഇരുന്ന നിനക്കും കഷ്ടം, എനിക്കും കഷ്ടം. ഞാൻ മരിക്കുന്നതാ നല്ലത്. ഞാൻ ഇവിടെ കിടന്ന് മരിച്ചോളാം. നീ എവിടെയെങ്കിലും പോയി സന്തോഷമായിട്ട് ജീവിക്ക. എനിക്ക് ഈ ജീവിതം വേണ്ട. നിങ്ങൾ പോയിട്ട് ഞാൻ എങ്ങനെ ജീവിക്കാനാ? ആദ്യം കഴുത്തിന്ന കയറെടുക്ക, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഞാൻ തൂങ്ങി ചാവും. എടുക്കാൻ താഴെ ഇറങ്ങ്.
എന്നെ രക്ഷിക്കാൻ കഴിയില്ല നില. ഞാൻ ചാകുന്നതാ നല്ലത്. അങ്ങനെ പറയരുത്. എനിക്ക് ജീവനുള്ളത് വരെ നിങ്ങൾക്കൊന്നും ആവില്ല. നില, നീ പണത്തിന് എന്താ ചെയ്യാൻ പോകുന്ന? നിങ്ങൾ വിഷമിക്കണ്ട. ഞാനില്ലേ, എന്റെ ജീവനില്ലേ. എന്ത് ചെയ്യാൻ പോവാ? കൂലിവേലയ്ക്ക് പോണം. കൂലിവേല എടുത്ത് 50-100 വാങ്ങിച്ചാണോ നീ രക്ഷപ്പെടുത്താൻ പോകുന്നത്? പറ, അത്ര നാളെ നിന്റെ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? മുൻപ് ഞാനുണ്ടായിരുന്ന അവസ്ഥയിലാണ് ഇപ്പോഴും നീ ഉള്ളത്. എന്റെ അച്ഛനമ്മയെ നോക്കണം, അനിയത്തേക്ക് ഒരു ഭാവി ഉണ്ടാക്കി കൊടുക്കണം. അതിനുവേണ്ടിയാ ഞാൻ എന്റെ ശരീരം വിറ്റത്. എന്റെ മനസാക്ഷിക്ക് എന്താ ശരിയെന്ന് തോന്നിയത് അതാ ഞാൻ ചെയ്തത്. ഇന്ന് അവർക്കൊരു കുറവുമില്ല. അവരെല്ലാരും സന്തോഷമായിട്ടിരിക്കുന്നത് കാണുമ്പോ എനിക്ക് എന്റെ വേദനകളൊന്നും അറിയുന്നില്ല. പണ്ടൊക്കെ ചില സ്ത്രീകൾ കെട്ടിയ ഭർത്താവിന്റെ ആഗ്രഹം നിറവേറ്റാൻ, ജീവൻ രക്ഷിക്കാനും, തനിക്ക് എന്ത് സംഭവിച്ചാലും സ്വന്തം മാനം പോലും നോക്കാതെ ഭർത്താവിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടത്രേ. ഇനി നീ എന്താ ചെയ്യാൻ പോകുന്നില്ല? ഇവിടെ നോക്കുന്നില്ല. എനിക്ക് നിന്റെ കണ്ണീരൊപ്പം മാത്രമേ കഴിയൂ. പക്ഷെ നീ വിചാരിച്ച മാത്രമേ നിനക്ക് നിർത്താൻ സാധിക്കൂ. നിന്റെ ഭർത്താവ് രക്ഷപ്പെടണം. നീ തീരുമാനിക്ക. എന്റെ മനസ്സും ശരീരവും നീയാ ഷൺമുഖം. ഒരമ്മയുടെ രക്തമാണ് കുഞ്ഞിന് പാലാകുന്നത്. നിന്റെ ജീവൻ രക്ഷിക്കാൻ എന്റെ ശരീരമാണ് മരുന്നെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. തീരുമാനിച്ചോ? താഴെ ഇട്ടിട്ട് ഞാനിപ്പോ നിന്നെ വെട്ട് നോക്കിക്കോ. അത് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഹേ, ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? താൻ കളിക്കുന്നേ. 2 ഇപ്പൊ മണിക്കൂർ നോക്കിയോ നേരം ഞാൻ വന്നിരിക്കുന്നു. എങ്ങനാ ഏണി കൂടുതൽ കേറാൻ സമയം പോകുന്നത്? എടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ ചോദിക്കണം കേട്ടോ. പ്രശ്നമൊന്നുമില്ലാണ്ട് നോക്കിക്കോളാം. കണ്ടിട്ടാലോ? ഇവളെ കൊണ്ടുപോ. മഹേശ്വരി, ആ നീ ചേച്ചി, എന്താ ചെയ്യുന്നേ? ഇപ്രാവശ്യം ഞാൻ ജയിക്കും. ഡ്രസ് മാറ്റിക്കൊണ്ടിരിക്കുവാ. എല്ലാരും സുഖം അന്വേഷിച്ചാണോ ഇവിടെ വരുന്നേ? ഇവിടെ വരുന്ന ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട്. ഇപ്പോഴത്തെ ചുറ്റുപാട് അങ്ങനെ ആയിപ്പോയി. വലിയ റേറ്റൊന്നും കിട്ടില്ല. കല്യാണം കഴിഞ്ഞതും കൂടിയല്ലേ. ചെറുപ്പക്കാർ പെമ്പിള്ളേരെ അയച്ചാൽ തന്നെ 1000 കുറ്റം പറയും. കരഞ്ഞുകൊണ്ടാ കാശ് തരുന്നത് തന്നെ. ഈ തൊഴിൽ തന്നെ ആകെ കഷ്ടപ്പാടിലായി. എന്ത് ചെയ്യാനാ? അങ്ങനെ വിടാൻ പറ്റുമോ? ആ, കുലത്തൊഴിലായി പോയില്ലേ. കവിതേ, ശരി, നീ നാളെ കൂട്ടിക്കൊണ്ടുവാ. പൊയ്ക്കോ. ശരി. ദാ നോക്കിയേ, നമ്മുടെ MLA ചോദിച്ചോണ്ടിരിക്കുന്നില്ലേ, അങ്ങോട്ട് അയക്കേ. മൈനറേ, വാങ്ങുന്നവനെയും വിൽക്കുന്നവനെയും ഒന്ന് വെയിറ്റ് ചെയ്യിപ്പിച്ചാലേ നമുക്കൊരു വെയിറ്റ് ഉണ്ടാവൂ. അവരൊന്ന് വെയിറ്റ് ചെയ്യട്ടെ. ഹേയ്, നിങ്ങൾ എന്താടി ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നേ? ചെന്ന് നിങ്ങളുടെ കളി കളിക്കാൻ നോക്ക്. അവരൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യല്ലേ. 3 ആ, നാട്ടുകാരുടെ കണ്ണു മുഴുവൻ നിന്റെ പുറത്താ ഉള്ളത്. ഞാൻ നിന്നെ കല്യാണം കഴിച്ചതുകൊണ്ട് എല്ലാവർക്കും വല്ലാത്ത അസൂയ. എല്ലാരുടെ കണ്ണും ഇതോടെ പോട്ടെ. നേതാവേ, ഫ്രഷ് പീസാ. എല്ലാത്തിനും പ്രശ്നം എപ്പോഴും പറയാറ്. എത്ര പേരെ ഞാൻ അയച്ചിട്ടുണ്ട്. അതിലൊന്നിനെയല്ലേ പെണ്ണുപിള്ളയാക്കിയത്. എന്നെ വിശ്വസിക്കുന്നേ.
ഒരു അരമണിക്കൂറിൽ എത്തൂടെ നീ? അരമണിക്കൂറല്ലേ? തീർച്ചയായിട്ടും എത്തിയേക്കാം. എന്നാ വാ. എത്ര തരുമെന്നാ പറഞ്ഞേ? 3000 രൂപ തരുമെന്ന്. അതിൽ പി എക്ക് 300 കൊടുക്കണം, ഡ്രൈവറിന് 100 കൊടുക്കണം, പഴയ ബ്രോക്കറിനെ കട്ട് ചെയ്യാൻ 500 കൊടുക്കണം, വഴി പോലീസുകാർ ചെക്ക് പോസ്റ്റിൽ പിടിച്ചാൽ 200 അവിടെ കൊടുക്കണം, ബംഗ്ലാവിലെ വാച്ച്മാന് 100 നിനക്ക് തരണം. ഇത്രയും സെറ്റപ്പ് ചെയ്യുന്ന എനിക്ക് ഒരു 500 രൂപയെങ്കിലും വേണ്ടേ? ഇത്രയെങ്കിലും കിട്ടിയില്ലെങ്കിലേ ഈ തൊഴിൽ പിന്നെ ഞാൻ എന്തിനാ ചെയ്യുന്നേ? എടോ മൈനറേ, ആ പെണ്ണ് ആദ്യമായിട്ട് നമ്മളെ വിശ്വസിച്ച ഈ തൊഴിലേക്ക് വന്നിരിക്കുന്ന ഒരു 3000 രൂപയെങ്കിലും കിട്ടണ്ടേ അവക്ക്? ഫ്രഷാ, രാത്രി മുഴുവൻ ഉണ്ടാവും പറഞ്ഞ ഒരു 5000 രൂപ ചോദിച്ചു നോക്ക്. നേതാവേ, എടാ റേറ്റ് അല്ലേ നോക്കാ, നീ വാ. അപ്പൊ അങ്ങനെ ചെയ്യാം. ഇതാ ഇപ്പൊ തന്നെ അയച്ചേക്കാം. ഈ പെണ്ണിന്റെ ഒരു ഭാഗ്യമാ ശരിയെന്ന് അയാൾ പറഞ്ഞു. ഞാൻ പോയി വണ്ടി ഏർപ്പാട് ചെയ്യാം. പോ, ചെന്ന് വണ്ടി റെഡിയാക്ക്. നില, ഇങ്ങോട്ട് വന്നേ. അടുത്ത് വാ മോളെ. ദേ നോക്ക്, ആദ്യമായിട്ട് പോകുന്നതാ, പ്രശ്നം ഉണ്ടാക്കാതെ മിടുക്കിയായിരിക്കണം. ഈ തൊഴിലിൽ അങ്ങനെ കയറ്റം ഇറക്കമൊക്കെ ഉണ്ടാവും. അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും. കല്യാണം കഴിയാത്തവനാണെങ്കിൽ കാമുകയായിരുന്നു, കല്യാണം കഴിഞ്ഞവനാണെങ്കിൽ മറ്റൊരു ഭാര്യയായിട്ട് നിന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടല്ലോ? ഭാര്യയെ ഇഷ്ടമുള്ളവൻ പോലും സ്വത്ത് വില്ലിലാ എഴുതി വെക്കാറുള്ളത്. പക്ഷെ നിന്നെ പോലൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടാ എല്ലാം വിറ്റവൻ കൈ തരും. അതാണ് നമ്മുടെ തൊഴിലിന്റെ മഹത്വം. എന്തിനാടി നിന്റെ മുഖം ഇങ്ങനെ വീർപ്പിച്ചു വെച്ചിരിക്കുന്നേ? നമ്മുടെ മനസ്സിൽ എത്ര ദുഃഖമുണ്ടെങ്കിലും മുഖത്തത് കാണിക്കാനേ പാടില്ല. ഗോദാവരി, ഗോദാവരി. ഇതാ വരുന്നു ചേച്ചി. എന്താ ചേച്ചി? ഇവളെ വേണ്ട വിധത്തിൽ അണിയിച്ചൊരുക്കി കൊണ്ടുവാ. പോ മോളെ, പോയിട്ട് വാ. വാ. കണ്ടില്ലേ എന്ത് ഭംഗിയാ നിന്നെ കാണാനായിട്ട്. വാ, പതുക്കെ വാ. നോക്കി. എന്റെ ഈശ്വര, ഇത്രയും സൗന്ദര്യം എവിടുന്നാടി നിനക്ക്? നിന്റെ പേരെന്താന്നാ പറഞ്ഞ? നില. നീലാവോ? രാത്രി വന്നിട്ട് രാവിലെ കാണാതെ പോകുന്നതോ? അത് വേണ്ട, ഞങ്ങൾക്ക് വേണ്ടി ലക്ഷ്മിന്ന് മാറ്റിക്കും. എങ്കിൽ മാത്രമേ അടുത്തടുത്ത പാർട്ടി എടുത്തുനിന്ന് പൈസ കൂടുതൽ വാങ്ങിക്കാൻ പറ്റൂ. നോക്കിയോ, പൈസ വരാൻ പോവാ. ലക്ഷ്മി അല്ലേ? ശരി, പോയിട്ട് വാ. ഏയ് നിക്ക്, ഈ തൊഴിലിന് ഇതിന്റെ ആവശ്യമില്ല. നമ്മുടെ തൊഴിൽ ചെയ്യുന്നവരെ നിത്യ കല്യാണി എന്നാണ് പറയാറ്. നമ്മുടെ അടുത്ത് വരുന്നവർ മാറിയാലും നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെയാ. എന്നും കല്യാണം, എന്നും ആദ്യ രാത്രിയാ. നിന്റെ അലങ്കാരം താറുമാറായാലും അഴക് പോകരുത്. ഒന്ന് മനസ്സിലാക്കിക്കോ. എവിടെ പോയാലും കല്യാണം കഴിഞ്ഞിട്ടില്ല, ഇതാണ് ഫസ്റ്റ് ടൈം എന്ന് പറയണം. ഇഞ്ഞോ നോക്കിയേ, ആണുങ്ങളെ എല്ലാവരെ ചുമ്മാ അങ്ങ് പറ്റിക്കാൻ പറ്റില്ല. അവരോട് ചോദിച്ചാലുവേ ഇതാ ഫസ്റ്റ് ടൈം എന്ന് അവര് പറയുന്നത്. ഒന്ന് പോടും. ശരി മോളെ, നീ പോയിട്ട് വാ. നില, വാ, അകത്ത് വാ. എന്തൊരു സൗന്ദര്യം നിനക്ക്. ചന്ദനത്തിന്റെ കളറാണല്ലോ. നിന്റെ കൈ കൊണ്ട് ഈ ബട്ടൺ ഒന്ന് അഴിച്ചേ. ആഹാ, കൊള്ള. അങ്ങനെ
അടിപൊളി മണം. ആ ആ ആ ഓ ആ ആ ആ ആ എന്റെ അമ്മോ. ആ ഓ 2 മണിക്കൂറിലൊരിക്കൽ ഈ ഗുളിക കൊടുക്കണം. ഇല്ലെങ്കിലേ സിറ്റുവേഷൻ മോശമാവും. ഫിക്സ് വരാൻ സാധ്യതയുണ്ട്. എനിക്ക് പോണം. ഫുൾ നൈറ്റ് എന്നാണല്ലോ എന്നോട് പറഞ്ഞത്. 10 മിനിറ്റിനുള്ളിൽ തിരിച്ചു വരാം. ഷൺമുഖ, എനിക്ക് മരുന്ന് കഴിക്കേ. കിടന്നു. പറഞ്ഞ പോലെ തന്നെ നീ എത്തിയല്ലോടി. നിന്നെ പോലുള്ള കുടുംബിനികളോടുള്ള സുഖം വലിയ സുഖം തന്നെയാ. കുപ്പയിൽ മുളച്ചാലും കൂണിന് കുറച്ച് രുചി കൂടുതലായിരിക്കും. KPR പറഞ്ഞതെല്ലാം ഞാൻ അനുസരിച്ചു. അതിനുശേഷം KPR തന്ന വീട്ടിൽ ഞാനും ഷൺമുഖവും താമസിച്ചു. എങ്ങനെയൊക്കെയോ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ജീവിതം ദിശ മാറിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ മരുന്നൊന്ന് വാങ്ങിച്ചോണ്ട് വരൂ. ഷൺമുഖ, ഞാനിപ്പോ വരാം. കാശെന്നേ. 200 രൂപയുടെ കുറവുണ്ടല്ലോ. ഡോക്ടർ ട്രിപ്പ് ഇടണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഒരു നാൾ ഇവിടെ ഇരിക്കട്ടെ, ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ പോവാം. പിന്നെ വല്ലതും വന്നാൽ മതി. വരുമ്പോ മറക്കാതെ ഈ മരുന്നൂടെ വാങ്ങിച്ചോണ്ട് വരണേ. വിലകയറ്റം കണ്ട നമുക്കിപ്പോ ചിരിയാ വരുന്നത്. എങ്ങനെ വാങ്ങിക്കും? ഞാൻ ജോലിക്ക് പോവാ. നാളെ അവസാനത്തെ ദിവസം. നാളെ റേഷൻ അരിയും സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. ഞാൻ പോട്ടുന്നില്ല. കവിതേ,
റേഷൻ കട, എനിക്ക് മരുന്ന് കട. നമസ്കാരം സാർ. ഇതുവരെ ഒന്നും വന്നില്ലല്ലോ. സാർ പെണ്ണുങ്ങളിപ്പോ വന്നോളൂ, ഒന്ന് കച്ചവടം തുടങ്ങട്ടെ. എടോ, ഇന്നത്തെ കച്ചവടത്തിനെ പറ്റിയല്ല, ഇന്നലത്തെ കച്ചവടത്തിനെ പറ്റിയാ ചോദിച്ചേ. സ്ഥിരം കസ്റ്റമർ പോലും ഇത്രയും ഇറക്കാറില്ല സാർ. എന്താണ് പറയുന്നത്? നീ കടക്കാരനോ ഞാൻ കസ്റ്റമറോ അല്ല. നീ അവളുമാരുടെ അടുത്ത് നോക്കുന്നു, ഞാൻ നിന്റെ അടുത്ത് നോക്കുന്നു. സാറേ അങ്ങ് ഒരുപാട് സംസാരിക്കല്ലേ. എന്നാ കാശ് പിടിച്ചോ, ആദ്യം സാധനം കളിയാക്ക്. ചെയ്യണടാ. ഓ സാറേ വരണ്ടാ. ഈ ടോർച്ച് ലൈറ്റ് പിടിക്കേ. പോലീസുകാരൊക്കെ ഈ പിച്ചക്കാരൊക്കെ പോകുന്നവന്മാരെ കണ്ടോ? ഇവന്മാരാണ് നമ്മുടെ എക്സ്കോർട്ട് ബ്രോക്കേഴ്സ്. ഇത് നേരിട്ട് പാർട്ടിയുടെ അടുത്ത് പോകുന്നത് പോലെയല്ല. ഇവിടെ നമ്മൾ വേണം എല്ലാം പറഞ്ഞ് ഡീലാക്കാൻ. ഈ ടോർച്ച് ലൈറ്റ് ആണ് നമ്മുടെ വഴികാട്ടി, മനസ്സിലായോ? ലോറി വരുമ്പോൾ ഈ ടോർച്ച് ലൈറ്റ് ഇങ്ങനെ വേണം അടിക്കാൻ. ലോറി അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ ദേഹത്തേക്ക് ഇങ്ങനെ അടിച്ചു കാണിക്കണം. അതിനുശേഷം മുഖത്തേക്ക് ഇങ്ങനെ അടിച്ചു കാണിക്കണം. ഇങ്ങനെ അടിച്ചുകൊണ്ടേ റേറ്റ് പറയണം, 200, 300 എന്നൊക്കെ. ലോറിക്കാരനത് ഒത്തുവന്നില്ലെങ്കിൽ അവന്റെ ഹെഡ്ലൈറ്റിൽ ഡിം ഡിപ്പ് അടിച്ചു കാണിക്കും. നമ്മൾ ടോർച്ച് ലൈറ്റിൽ തന്നെ എല്ലാം സംസാരിച്ച് ഡീലാക്കണം, മനസ്സിലായോ? ഇതിൻ്റെ ഇടയിൽ ബ്രോക്കർമാർ വരും, അവന്മാർക്കും പങ്കു കൊടുക്കണം. ഇനി പോലീസുകാർ വല്ലവരും വന്നാൽ അവന്മാർക്കും പൈസ കൊടുത്ത് ശരിയാക്കണം. ലോറി വരുന്നുണ്ട്, ടോർച്ച് ലൈറ്റ് കാണിച്ച് വിളിക്കേ. ആ ശരി. എന്താ റേറ്റ് ഓക്കെ ആണോ നിനക്ക്? എന്നാ അപ്പോ നല്ല ഫ്രഷ് ഐറ്റം ആണല്ലോടി. നേരെ കിടക്കടി, എന്നെ നോക്കാതെ ഇതെങ്ങോട്ടാ നോക്കുന്നേ? പിടിക്കടി, പിടിക്ക്, കെട്ടിപ്പിടിക്കടി. കെട്ടിപ്പിടിക്കാൻ പറഞ്ഞപ്പോ മരക്കഷ്ണം പോലെ കിടക്ക. തൊഴിലിന് വരുന്ന മുമ്പ് ഇതൊക്കെ അറിഞ്ഞിരിക്കണം. നാശം. നിനക്കൊക്കെ വേറെ പണി നോക്കിയൂടെ? ഓരോ ദിവസവും നരകവേദന. എങ്ങനെ രക്ഷിക്കുമെന്നറിയില്ല. നില, ഒന്നുകൊണ്ട് പേടിക്കണ്ട. എൻ്റെ ഫ്രണ്ട് ഒരാളുണ്ട്, ഗണേഷ്. അദ്ദേഹം ഹോസ്പിറ്റലിൽ ഇൻചാർജാണ്. ഓപ്പറേഷന് വേണ്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തോളൂ. ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഷൺമുഖ, ധൈര്യമായിട്ടിരിക്കെ, എല്ലാം ശരിയാവും. ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് എല്ലാം ഭേദമായിക്കോളും. ധൈര്യമായിട്ടിരിക്കെ. ശരി നീല, ഞാൻ പോട്ടെ, വരട്ടെ. ശരി, നീ ഹൈവേക്ക് വന്നേക്ക്, ഞാൻ അവിടെ വരാം. പോ. ഇതെല്ലാം നിനക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? വരാന്ന് വാക്ക് പറഞ്ഞിട്ട് വരാതിരുന്നാൽ എങ്ങനെയാടി? ചുമ്മാ നിലവിളിക്കാതെ ചേച്ചി. ഞാനെന്താ രക്തദാനത്തിന് വരാന്ന് പറഞ്ഞിട്ട് വരാതിരുന്നോ? വന്നത് വ്യഭിചാരത്തിനാ, നോക്കുന്നത് ബ്രോക്കർ ജോലി. ഇതിലെന്താ വാക്ക് തന്നു എന്നൊക്കെ പറയുന്നേ? ഞാനൊന്നും ആ എഞ്ചിനീയറിന്റെ അടുത്ത് വരികയല്ല. നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയൂടി. ഇതിനു മുമ്പ് അവന്റെ കൂടെ കിടന്നിട്ടില്ലേ? സുന്ദരേശൻ മുതലാളി വിളിക്കുന്നുണ്ടൊന്ന്, വേഗം വാ. ഇനി തന്റെ വക തുടങ്ങിയോ? ഇവൾ ഒരുത്തിയെ ഈ ലോകത്തുള്ളൂന്ന് കരുതി മറ്റാർക്കില്ലാത്ത ജാട കാണിച്ചു നിൽക്കാം. അതിന് എരു കൂട്ടാനായിട്ട് നീയും. നീ ഏതെങ്കിലും വേസ്റ്റ് പാർട്ടിയെ കൂട്ടിക്കൊണ്ടു വന്നാണോ? ഞാൻ കൊണ്ടുവരുന്നതൊക്കെ വൻ പാർട്ടികളെയാ. മറ്റുള്ളവരെ പോലെ ചുമ്മാ എണ്ണി കൊടുക്കുന്നവരൊന്നും അല്ല, അങ്ങോട്ട് വാരി കൊടുക്കുന്നവരാ.
കുറച്ച് നാളായിട്ട് നീ എന്റെ റൂട്ടിൽ ക്രോസ് ആകുന്നുണ്ട്. ഒന്നും മിണ്ടാതിരിക്കേ. എടി നീ വാ. അതെ ചേട്ടാ, ഞാൻ ആരുടെ അടുത്തും വരുന്നില്ല. ചേട്ടൻ പൊയ്ക്കോ. അതെന്താ? നീ ചോദിക്കുന്ന പൈസ കൃത്യമായിട്ട് തരുന്നുണ്ടല്ലോ, പിന്നെന്താ? വാ. അവൻ തരുന്ന കാശേ അവന്റെ അടുത്ത് തന്നെ കൊടുത്തേക്ക്. എന്താടി പാർട്ടി ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് പറയേ. കസ്റ്റമർ എങ്ങനെ വെറുപ്പിക്കാൻ നിൽക്കണ്ട. ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലെന്ന് പറയാൻ അവരോട് എന്താ കല്യാണം കഴിച്ച് പോകാനാന്ന് പോന്നേ? പൈസക്കല്ലേ പോകുന്നത്? വാ. ദേ നോക്ക്, വരുന്നില്ലെന്ന് പറഞ്ഞാ വരുന്നില്ല. എനിക്ക് വേറെ പാർട്ടി വരുന്നുണ്ട്. ചേട്ടൻ പൊയ്ക്കോ. എടി എന്തോന്നടി കളിക്കുകയാണ്? സുന്ദരേശൻ KPRന്റെ ആളാണെന്ന് അറിയാവല്ലോ. KPRന്റെ ചെവിയിൽ ഇത് എത്തിയെന്ന് വേ, നിന്നെ കൊന്നു കൊല വിളിക്കും. മര്യാദയ്ക്ക് വാ. KPRന് എന്താ 2 കൊമ്പുണ്ടോ? ചേട്ടൻ കൂട്ടിക്കൊണ്ടു പോകും, അവര് കൂട്ടിക്കൊടുക്കും. വരാൻ പറ്റില്ലെന്ന് ചെന്ന് പറഞ്ഞേക്ക് പോ. എന്താടി നിനക്ക് പറ്റിയേ? ഞാൻ വിളിച്ചാലും വരുന്നില്ല, അവൻ വിളിച്ചാലും പോകുന്നില്ല. എന്തെങ്കിലും സൂക്കേട് കിട്ടിയിട്ടുണ്ടോ? ഏയ്, സൂക്കേട് എനിക്കല്ല. കൈ നിറയെ കാശ് തരാം, നല്ല കസ്റ്റമറാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകുന്നില്ലേ? അവർക്ക് ആ ബുദ്ധിക്ക് സൂക്കേട്. കാണണോ? ദേ നോക്ക്, എങ്ങനെ സിഗരറ്റ് കുറ്റി കൊണ്ട് പൊള്ളിച്ചു വെച്ചിരിക്കുന്ന നോക്ക്. നിങ്ങൾ ബ്രോക്കർ സുഖമായി ജീവിക്കാൻ വേണ്ടി ഞങ്ങളുടെ ദേഹം ഇങ്ങനെ പൊള്ളിക്കണോ? പറഞ്ഞേ. എന്റെ ദൈവമേ, ഇതെല്ലാം സുന്ദരേശൻ ചെയ്തതാണോ? അതെ, അവന്റെ ഭാര്യയോട് ദേഷ്യം. ആ ദേഷ്യം അവളോട് കാണിച്ചു തീർക്കാൻ പറ്റാതെ അവളെ പോലെ തന്നെ ഡ്രസ് ചെയ്യാൻ പറഞ്ഞ്, പൂ ചൂടാൻ പറഞ്ഞ് പൊള്ളിച്ച് രസിക്കുക. ശരി, സുന്ദരേശൻ ശരിയല്ലെങ്കിൽ വേണ്ട. ആ എഞ്ചിനീയറുടെ അടുത്ത് പോക്കൂടെ? അയാളാണെങ്കിൽ ദേഹം പൊള്ളിക്കുകയേ ഉള്ളൂ. ചേച്ചി പറയുന്ന എഞ്ചിനീയറെ മനസ്സ് നോവിപ്പിക്കും. സ്വന്തം ഭാര്യയെ മുന്നിൽ നിർത്തിക്കൊണ്ട് എല്ലാ വൃത്തികേടുകളും കാണിക്കും. ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണെന്ന് അറിയില്ല. എന്റെ ജീവിതം എങ്ങനെ നശിച്ച് പാഴായിപ്പോയി. ജയ, എന്താണ് എല്ലാവരും വലിയ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. ആ എത്തിയോ? പഞ്ചാബിലേക്ക് പോവാന്ന് പറഞ്ഞു. 10 ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞു. ലോഡ് മാറ്റി വിട്ടു. അതെന്താ? അതിന്റെ കാര്യം എന്താന്ന് നിനക്ക് അറിയാലോ. മാത്രമല്ല, നിന്നെ കുറിച്ച് ഓർക്കുമ്പോ ഈ ബോർഡർ അങ്ങോട്ട് കടക്കാനും പറ്റുന്നില്ല. ഓ അങ്ങനെയാണോ? അല്ല, അവിടെയും നിങ്ങൾക്ക് ആട്ടക്കാരികളൊക്കെ ഉണ്ടാവുമല്ലോ. ഏയ്, അവരൊക്കെ നിന്നെ പോലെ പറ്റുമോ? അതുകൊണ്ടാ വേഗം വന്നേ. ഓ, പ്രേമോ അല്ലേ? എന്താ നോക്ക്, അതിനെ പ്രേമെന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എൻ്റെ മനസ്സിലുള്ള കാര്യം പറയാം. അത് നിനക്കും ആരുമില്ല, അതുപോലെ എനിക്കും ആരുമില്ല. എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. എന്താ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പോകുന്നത് മതിയാവാഞ്ഞിട്ടാ? ഏയ്, നീ എന്നെ മനസ്സിലാക്കിയിട്ടില്ല. എനിക്ക് നിന്റെ ശരീരമല്ല വേണ്ടത്, മനസ്സ് മാത്ര. ഞാൻ നിന്നെ കല്യാണം കഴിക്കുന്ന ഒരു തമാശയായിട്ടല്ല. സത്യമാണോ ഈ പറയുന്നത്? സത്യമാണ് പറഞ്ഞത്. എനിക്കതിന് സമ്മതം. അറിയാതിരിക്കേ, ഇനി അങ്ങോട്ട് ഞാനുണ്ടാവില്ല. ഈശ്വര, ഒരു സ്ത്രീയായ ഞാൻ പോലും ഇവൾ ഒരു പണം കായ്ക്കുന്ന മരമായും സുഖത്തിനുള്ളൊരു ജഡമായുമാണ് കണ്ടത്. എന്നാൽ നീ അവൾക്കൊരു ജീവിതം തന്നെ കൊടുത്തിരിക്കുന്നു. നീ നല്ല മനസ്സുള്ളവനാ. എന്ന് പോയാലോ? വാ. ടോർച്ച് ലൈറ്റ് വെച്ചോണ്ടിരുന്ന ജയേ പെട്ടെന്നാണല്ലോ വീട്ടിൽ കത്തിക്കുന്ന നിലവിളക്കായത്. എവിടെങ്കിലും പോയി രക്ഷപ്പെട്. ഇവിടെ നിൽക്കുന്നതൊക്കെ വെറും ചിമ്മിനി വിളക്കുകളാണല്ലോ. ഇതിനെയൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാനാ എന്നും പറഞ്ഞ് തൊഴിൽ വിടാൻ പറ്റുമോ? അടുത്ത ടോർച്ച് ലൈറ്റ് എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. സാർ, ആ വരൂ. നമസ്കാരം സാർ. നമസ്കാരം. എന്റെ പേര് നില. ബാല നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. നമസ്കാരം സാറേ. വരണം ദേവ. എന്താ സുഖാണോ? ഓപ്പറേഷനൊക്കെ നല്ല രീതിയിൽ നടന്നല്ലോ അല്ലേ? ആ, നന്നായിട്ട് കഴിഞ്ഞു. ഡിസ്ചാർജ് ചെയ്തു സാർ. സാറിന്റെ സഹായം ഉള്ളത് കൊണ്ടാണ് ഇന്ന് എന്റെ ഭാര്യ എഴുന്നേറ്റ് നടക്കുന്നത്. ഇതെന്താ ഉള്ളത്? മനുഷ്യന് ഉപകാരം ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എന്റെ ഭാര്യയുടെ ഓപ്പറേഷന് സഹായം ചെയ്തില്ലേ, അയ്യോ, അതിന് എന്താ വേണ്ടി ഇത്? ഒരു സ്നേഹ സമ്മാനമാ. എന്തിനാ ഇതൊക്കെ? എന്റെ ഒരു കാര്യം. ആ ശരി, നിങ്ങൾ എന്താ പൊയ്ക്കോ. ശരി, എനിക്ക് സാറേ. ഇവരുമായിട്ടൊന്ന് സംസാരിക്കാനുണ്ട്. കണ്ടോടി, ഡോക്ടറിന്റെ ഒരു സന്തോഷം. സാർ, ഞാൻ എന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരട്ടെ? നിങ്ങളെ ഭർത്താവിനെ കാണേണ്ടത് ഡോക്ടറാ. എന്നാൽ എനിക്ക് നിങ്ങളെ കാണണം. ആസ് എ ഇൻചാർജ് എനിക്കെന്നൊരു കോട്ടയുണ്ട്. നിങ്ങൾ ഒരു പൈസ പോലും ചെലവ് ചെയ്യണ്ട. എല്ലാ ചെലവും ഞാൻ നോക്കിക്കൊള്ളാം. എന്തിനാ അവിടെ തന്നെ നിൽക്കുന്നേ? വന്നിരിക്കുന്നേ. എന്തിനാ പേടിക്കുന്നേ? വന്നിരിക്കേ. വരൂന്നേ. വന്നിന്റെ അടുത്ത് ഇരിക്കുന്നേ. വരുന്നേ. എന്താ ആലോചിക്കുന്നേ? പേഷ്യന്റ് മാത്രം ഇരിക്കാവുന്ന നിയമമൊന്നുമില്ലെന്നേ. ഇരിക്കുന്നേ.
ഇരിക്കേ, അല്പം കൂടെ അടുത്തേക്ക് ഇരിക്കുന്നേ. എന്തിനെങ്ങനെ നാണിക്കുന്നേ? ആ റിപ്പോർട്ടിങ് തന്നെ നോക്കട്ടെ. ക്രിട്ടിക്കൽ കണ്ടീഷനാണല്ലോ. ഒരുപാട് സ്കാൻ എടുക്കാനുണ്ടല്ലോ. എൻ്റെ അമ്മച്ചി, ഒരുപാട് ഡിസീസ് ഉണ്ടല്ലോ. എല്ലാ ഡിസീസിനും ട്രീറ്റ്മെന്റ് എടുത്തേ മതിയാകൂ. നിങ്ങളൊന്നും കൊണ്ട് പേടിക്കണ്ട, എല്ലാ സഹായവും ഞാൻ ചെയ്യാം. എന്നാൽ അതിന് പകരം നിങ്ങളും എന്നെ ഒന്ന് സഹായിക്കണം. സഹായോ? അല്പം മുമ്പ് ഇവിടെ വന്നിട്ട് പോയില്ലേ? അവനെ കൊണ്ട് കഴിയുന്ന ഉപകാരം അവൻ ചെയ്തു. നിങ്ങളുടെ അടുത്ത് ഞാൻ എന്ത് സഹായമായിരിക്കും ആവശ്യപ്പെടുന്നത്? മനസ്സിലായില്ലേ? കൃത്യസമയത്ത് ട്രീറ്റ്മെന്റ് നടത്തിയാൽ മാത്രമേ പേഷ്യന്റ് രക്ഷിക്കാൻ കഴിയുള്ളൂ. പറഞ്ഞ മനസ്സിലായല്ലോ? ഇനി ആലോചിക്കണ്ട. ശരി എന്നങ്ങ് പറഞ്ഞേക്ക്. നീയും അങ്ങനെ തന്നെയാണല്ലേ? അപ്പൊ കാര്യം പിടികിട്ടി അല്ലേ? പക്ഷേ ഈ കാര്യം എൻ്റെ കൂട്ടുകാരൻ ബാല അറിയാനേ പാടില്ല. കാരണം അവ എന്നെ വില്ലനായിട്ട് കരുതും. അതുകൊണ്ടാ. ഭൂരിഭാഗം ആണുങ്ങളുടെ സ്വഭാവം ഇതാണല്ലോ. വെരി ഗുഡ്. ഓപ്പറേഷനൊക്കെ അവർ നോക്കിക്കോളും. നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ മതി പ്ലീസ്. ഹായ് ഗണേഷ്, കഴിഞ്ഞോ? കഴിഞ്ഞു. ഷൺമുഖത്തിൻ്റെ ഇപ്പം എങ്ങനെയുണ്ട്? സുഖമായിരിക്കുന്നു. ഡോക്ടർ എന്താ പറഞ്ഞേ? 10 ദിവസത്തിൽ എഴുന്നേറ്റ് നടക്കുമെന്ന് പറഞ്ഞു. കണ്ടോ? താങ്ക്സ് ഡാ. ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ ഇത്രയും വലിയൊരു സഹായം ചെയ്തില്ലേ? വിട്ടേക്കടാ, ഇതൊക്കെ ഒരു സഹായമല്ലടാ. എല്ലാം നിനക്ക് വേണ്ടിയല്ലേ ചെയ്തത്. ശരി, സഹായം ചോദിച്ച് ഒരു ലേഡിയോടെ വെയിറ്റ് ചെയ്യുക. ഞാൻ പോയി അവരെ കണ്ടിട്ട് വരാം. പിന്നെ ഇവരെ പോലെ ഇനി ആരൊക്കെ കഷ്ടപ്പെടുന്നുവോ ഒന്നും ആലോചിക്കാതെ എൻ്റെ അടുത്ത് കാര്യം ചെയ്യും. എല്ലാം ഞാൻ നോക്കിക്കോളാം. ഓക്കെടാ, ശരി. ഷൺമുഖ എങ്ങനെയുണ്ട് ഇപ്പോ? പറയേ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്നും പേടിക്കണ്ട. ഇനിയൊരു 10 ദിവസം കഴിഞ്ഞോട്ടെ. പഴയ പോലെ ഓടിച്ചാടി നടക്കും. സാറേ, ഞാനെങ്ങനെ ഈ ഉപകാരത്തിന് നന്ദി. ഇതൊന്നും മനുഷ്യന്റെ കയ്യിലല്ല ഷൺമുഖ, എല്ലാം ദൈവത്തിന്റെ കയ്യിലാ. നന്നായി പ്രാർത്ഥിച്ചോളൂ. നില, നന്നായി ശ്രദ്ധിച്ചു നോക്കിക്കോ. ഞാൻ നോക്കിക്കോളാം. റൂം ക്ലീൻ ചെയ്യണം. ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമോ? പിന്നെ മദ്രാസിൽ ഞങ്ങളൊരു ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് അങ്ങോട്ടൊന്ന് പോകണം. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചോദിച്ചോളൂ. ക്യാഷ് എന്തെങ്കിലും വേണോ? വേണ്ട. ഇതുവരെ നിങ്ങൾ എനിക്ക് ചെയ്ത സഹായങ്ങൾ എൻ്റെ ജീവനുള്ളത് വരെ ഞാൻ മറക്കില്ല. എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ സ്നേഹം സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. എന്നോട് ക്ഷമിക്ക്. നിനക്ക് കല്യാണം ആയ കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ദൈവത്തിൻ്റെ കണക്ക് ആർക്കും മാറ്റാൻ പറ്റില്ല. എന്തോ ഒരു ഇഷ്ടം ഇപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പായി മാറി. എന്നാ ഞാനങ്ങോട്ട്